ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्या सुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननं। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण। भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्। एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ श्री गं गणपतये नमः। ॐ श्री संसरस्वत्यै नमः। ॐ श्री गुरुभ्यो नमः। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्मिन् सर्वं यदः सर्वं यः सर्वं सर्वदृक्तधा सर्वभावपतातीतं बोधानन्दं स्मराम्यहम्। ब्रह्मानन्दरसानुभूतिकलितैः पूतैः सुशीतैः सितैः युष्मद्वाक्खलशोज्झितैः श्रुतिसुखैः वाक्यामृतैः सेचय। सन्दप्तं भवतापदावदहनज्वालाभिरेनं प्रभो धन्यास्ते भवदीक्षणक्षणगतेः पात्रीकृता स्वीकृता। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः।
ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാം തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാം തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ബഹിർമുഖ ദൗർബല്യത്തെ ശപിക്കാതെ ഭഗവത് ആരാധന ഉപാധിയാക്കി മാറ്റാൻ സാധിക്കും. അതിന് വിഭൂതി വിസ്തരയോഗം പ്രയോജനപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നു. വിഭൂതി ആരാധന കൊണ്ട് ബഹിർമുഖതയെ ഈശ്വര സന്ദർശന ഉപാധിയാക്കി മാറ്റാനുള്ള കുശലത വശമാവും. കണ്ണെന്തിനു തന്നു ഭഗവാൻ എന്ന ഒരു ഗീതം പ്രസിദ്ധമാണ്. കണ്ടതിൽ നിന്നും കണ്ണിലേക്കും കണ്ണിനെ കാണാൻ സഹായിക്കുന്ന മനസ്സിലേക്കും മനസ്സിനും കണ്ണായ കണ്ണനെ കാണാൻ വേണ്ടിയാണ് കണ്ണ് തന്നിട്ടുള്ളത്. ഈ പ്രകാരം സകല ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ഈശ്വരാധിഷ്ഠിതമാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ആദേശം. 10ാം അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് ദർശിക്കാനുള്ളത്. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദമയതാം ദണ്ഡഃ അഹം അസ്മി. ഭരണനിർവഹണം നടത്തുന്നവരുടെ കാര്യത്തിൽ ദണ്ഡമാകുന്നു ഞാൻ. അവർക്ക് പലതും നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഭേദദാനാദികളൊക്കെ അനുസരിക്കുന്നു. ഒടുവിൽ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഇടപെടലിനെ കൂടുതൽ സഫലമാക്കുന്നതിന് വേണ്ടി ദണ്ഡത്തെ വിനിയോഗിക്കുന്നു. ആ ദണ്ഡം ഞാനാകുന്നു. ജിഗീഷതാം, വിജയം ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് വിജയം സാധ്യമാവുക? ധർമാധിഷ്ഠിതമാണ് വിജയം. ധർമ്മത്താൽ ജയം. യതോ ധർമ്മഃ തതോ ജയഃ. ധർമ്മത്താലാണ് വിജയം. ആ വിജയമാകട്ടെ മറ്റൊരു ഔപനിഷദിക വാക്യവും അനുബന്ധമായി ഓർമ്മിക്കാം. സത്യമേവ ജയത്തെ. സത്യമാണ് ആത്യന്തികമായിട്ട് വിജയിക്കുക. ഇപ്പം ധർമാധിഷ്ഠിതമായ നീതി ഞാനാകുന്നു. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിനു വേണ്ടി അവലംബിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് ധർമ്മത്തെയാണ്, സത്യത്തെയാണ്. സത്യധർമ്മങ്ങൾ അനുവദിക്കുന്ന നീതിയെയാണ്. അങ്ങനെ ജയിക്കുന്നവരിലെ നീതി ഞാനാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം. ഗോപനീയമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഏറ്റവും സുരക്ഷിതമായി സംഭവിക്കുക മൗനം കൊണ്ടാണ്. അതുകൊണ്ട് രഹസ്യങ്ങളിൽ ഞാൻ മൗനമാകുന്നു. രഹസ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് അനുഗുണമായ മൗനം ഞാനാകുന്നു. മൗനമെന്നത് നിശബ്ദതയാണ്, പരാതികളില്ലായ്മയാണ്, പരിഭ്രമങ്ങളില്ലായ്മയാണ്, ഭയമില്ലായ്മയാണ്, ആവേശങ്ങളില്ലായ്മയാണ്. ആ ഒരു സ്വാസ്ഥ്യം അത് പ്രപഞ്ചരഹസ്യത്തെ, ഭഗവത് വിഭൂതി രഹസ്യത്തെ ഒക്കെ വെളിവാക്കി തരും എന്ന് സാധനാദൃഷ്ടിയിലും ആസ്വദിക്കാവുന്നതാണ്. മൗനം ചൈവാസ്മി ഗുഹ്യാനാം
ജ്ഞാനം ജ്ഞാനവതാമഹം. ജ്ഞാനികളിൽ യാതൊരു ജ്ഞാനം, ജീവ ഈശ്വര ഐക്യജ്ഞാനം, സർവം ബ്രഹ്മമയം എന്ന ബോധ്യത്തിൻ്റെ ജ്ഞാനം, വാസുദേവ സർവമിതി എന്ന ജ്ഞാനം, ആ ജ്ഞാനമായി ജ്വലിക്കുന്നത് ജ്ഞാനപ്രകാശം, അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടുന്നു. തുടർന്ന് 39-ാമത്തെ ശ്ലോകം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത് സ്യാത് മയാ ഭൂതം ചരാചരം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത് സ്യാത് മയാ ഭൂതം ചരാചരം. യച്ചാപി സർവഭൂതാനാം ബീജം തത് അഹം അർജുന. സകല ഭൂതജാലങ്ങളിലെയും ബീജം അത് ഞാനാണ്. ഈ ബീജ ശബ്ദപ്രയോഗം, ബീജം ഭഗവത് വിഭൂതിയാണ്, സനാതനമായ ബീജം ഞാനാകുന്നു എന്നത് മറ്റു പലയിടത്തും ഭഗവാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. സർവഭൂതാന, സകല ഭൂതജാലങ്ങളുടെയും ബീജം തത് അഹം അർജുന. ഈ വിഷയം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു. ന തദസ്തി വിനാ യത് സ്യാത് മയാഭൂതം ചരാചരം. ന തദസ്തി ഭൂതം ചരാചരം അചരം വാ മയാ വിനാ യത് സ്യാത് മയാ അപകൃഷ്ടം പരിത്യക്തം നിരാത്മകം ശൂന്യം ഹി തത് സ്യാത്. ഭഗവാന്റെ അപേക്ഷയില്ലാതെ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്ന സത്താസ്ഫൂർത്തി ഇല്ലെങ്കിൽ ഭൂതജാലങ്ങൾ മുഴുവൻ ശൂന്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അവയ്ക്കൊക്കെ സാരസത്ത നൽകി അനുഗ്രഹിക്കുന്നത് ഞാനാണ്. ആ പ്രകാരത്തിൽ മതാത്മകം സർവം ഇത്യർത്ഥ. ബീജശബ്ദം കൊണ്ട് സർവാധാര സാരസത്തയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന തദസ്തി വിനാ യത് സ്യാത് മയാഭൂതം ചരാചരം. എന്നെ കൂടാതെ ഈ ചരാചരങ്ങൾ ഇല്ല തന്നെ. അപ്പോൾ അവയ്ക്ക് ഉണ്മ നൽകുന്നത്, സത്ത നൽകുന്നത് ഞാനാണ്. തുടർന്ന് 40-ാമത്തെ ശ്ലോകം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷദുദ്ദേശതഃ പ്രോക്തഃ വിഭൂതേർവിസ്തരോ മയാ. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷദുദ്ദേശതഃ പ്രോക്തഃ വിഭൂതേർവിസ്തരോ മയാ. ന അന്തഃ അസ്തി മമ ദിവ്യാനാം വിഭൂതീനാം. ഹേ അർജുന, പരന്തപ, ശത്രു സൈന്യത്തെയൊക്കെ ഭയപ്പെടുത്താൻ സമർത്ഥനായിട്ടുള്ളവേ, നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം. എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് ഒരു അന്തവുമില്ല, അവസാനവും ഇല്ല. ഇതിങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് എൻ്റർപ്രൈസ് ആയിരിക്കും. ഇറ്റ് നെവർ എൻഡ്സ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയും. നെവർ എൻഡിങ് എക്സ്പ്ലനേഷനായിരിക്കും വിഭൂതികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ. ഏഷത് ഉദ്ദേശത പ്രോക്ത വിഭൂതേർ വിസ്തരോ മയ. ഏതാണ്ട് ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഞാനിവിടെ വിസ്തരിച്ചത് എന്നും ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കും ഭഗവാന്റെ വിഭൂതി കാലാനുസാരിയായി എഴുതി തയ്യാറാക്കി എവിടെയൊക്കെ കണ്ണും കാതും മൂക്കും നാക്കും പഞ്ചേന്ദ്രിയങ്ങളും മനോബുദ്ധികളുമൊക്കെ ഗമിക്കുന്നുവോ അതൊക്കെ ഭഗവത് വിഭൂതിയായി കണ്ട് ഇന്ദ്രിയ വ്യാപാരത്തെയും മനോബുദ്ധി വ്യാപാരങ്ങളെയുമൊക്കെ വാസുദേവനിൽ ഉപശമിപ്പിക്കാൻ സാധിക്കട്ടെ. ഇപ്രകാരം ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവരും ഉദ്യമിക്കണം എന്ന് പ്രാസംഗികമായി ക്ഷണിക്കട്ടെ. പട്ട് സാരിയിൽ ഞാൻ കാഞ്ചീപുരമാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടാവുമെന്ന് സ്വാമിക്ക് അറിയില്ല. ഏതായാലും ലക്ഷക്കണക്കിന് വിലയുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ഉണ്ട് എന്ന്
ഞെട്ടിപ്പിക്കുന്ന സത്യം സ്വാമി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉടുക്കുന്ന സാരിക്ക് ഇപ്പം എത്രയൊക്കെ വിലയോ എന്നാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരിയൊക്കെ ഉണ്ട് അത്രേ. അപ്പം അങ്ങനെ ഏറ്റവും ഉത്തമമായ സാരിയുടെ കാര്യം സാരികളുടെ കൂട്ടത്തിൽ പ്രതിപാദിക്കാം. ഇതുപോലെ കലാരൂപങ്ങളിൽ അന്തർദേശീയ അംഗീകാരം കിട്ടിയിട്ടുള്ള കലാരൂപമായിട്ട് കൂടിയാട്ടത്തെ പരിഗണിക്കാം, വർണ്ണിക്കാം. കളികളിൽ ക്രിക്കറ്റാണോ ഫുട്ബോളാണോ അന്തർദേശീയ തലത്തിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് എന്ന് അറിയില്ല. പരസ്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റാണ് അവർക്ക് പരസ്യം കാണിക്കാൻ സൗകര്യം ഏറുക എന്നുള്ളതുകൊണ്ട് അതിന് നല്ല പരസ്യം കിട്ടിയിട്ടുണ്ട്, ക്രിക്കറ്റിന് നല്ല പരസ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്തൊരു വിഡ്ഢിത്തമാണ് എന്ന ആക്ഷേപവും മറുവശത്തുണ്ട്. ഫുട്ബോളാണ്, കാരണം വിവേകാനന്ദ സ്വാമികളെ പോലുള്ളവർ ഉദ്ധരിച്ചത് ഫുട്ബോളിനെയാണ് എന്ന വാദവും ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ എവിടെ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പ്രിയങ്കരമായ കളിയിൽ എന്ന നിലയിൽ സ്വീകരിക്കാവുന്നതാണ്. അവാർഡുകളിൽ ഞാൻ ഓസ്കാർ അവാർഡാണ് അല്ലെങ്കിൽ നോബൽ പ്രൈസാണ് എന്നിങ്ങനെയും ചിന്തിക്കാം. കെട്ടിടങ്ങളിൽ ഞാൻ ബുർജ് ഖലീഫയാണ് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് അതങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉയരമുള്ള ഒരു കെട്ടിടം കെട്ടാൻ പോകുന്നുണ്ട് എന്നാണ് ഒരു സൂചന കിട്ടിയിട്ടുള്ളത്. ഏതായാലും അതുവരെ ബുർജ് ഖലീഫ ഭഗവത് വിഭൂതിയായി പരിലസിക്കട്ടെ. പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പട്ടികയിൽ കാലികമായി നമുക്ക് പലതും എഴുതി ചേർക്കാം. സ്വാഭാവികമായി തെന്നിപ്പോകുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അവിടെ ഉപശമിപ്പിക്കാൻ വേണ്ടി, വാസുദേവനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാൻ ശ്ലോകങ്ങൾ, വിഭൂതി വിസ്തരിക്കുന്ന ശ്ലോകങ്ങൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. 41-ാമത്തെ ശ്ലോകം. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛധ്വം മമ തേജോംശസംഭവം. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛധ്വം മമ തേജോംശസംഭവം. യത് യത് വിഭൂതിമത്, ഏതേത് വിഭൂതി പരമായിട്ടുള്ള ആവിഷ്കാരങ്ങളുണ്ടോ, സത്വം സത്വാധിഷ്ഠിതമായിട്ടുള്ളത്, ശ്രീമതായിട്ടുള്ളത്, ഊർജിതമായിട്ടുള്ളത്, ഇവയൊക്കെ തത് ഏവ അവഗച്ഛധ്വം, ഭവാൻ മനസ്സിലാക്കിയാലും, നീ മനസ്സിലാക്കിയാലും, അതാണ് അവഗച്ഛധ്വം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. മനസ്സിലാക്കിയാലും, അവഗച്ഛധ്വം ഭവാൻ മനസ്സിലാക്കിയാലും, മമ തേജോംശ സംഭവം, ഇതൊക്കെ തന്നെ എൻ്റെ തേജസ്സിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കിയാലും. ഇപ്പം എവിടെയൊക്കെ ഐശ്വര്യത്തിൻ്റെ പ്രകടനം, കാന്തിയുടെ ശോഭയുടെ പ്രകടനം, ഊർജ്ജസ്വലതയുടെ പ്രകടനം കാണുന്നുവോ അതൊക്കെ ഭഗവതംശമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പം താരതമ്യേന മഹത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഐശ്വര്യ സമ്പന്നമായിട്ടൊന്ന് കാണുമ്പോൾ അതിനെ മഹത്തായിട്ട് ഭഗവതംശമായിട്ട് എണ്ണിക്കൊള്ളണം. അതുപോലെ ഊർജ്ജവത്തായിട്ടുള്ളത്, നല്ല ശോഭയുള്ളത്, ഈ പ്രകാരം ഇവിടെ ഭഗവാൻ സ്കെയിൽ നമ്മുടെ കയ്യിൽ തരികയാണ്. ഇതുവരെ ഭഗവാൻ അർജുനനോടുള്ള ഒരു അനുകമ്പ കൊണ്ട് തോന്നിയ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. ഇനി ബാക്കി അർജുന, യു യുവർ സെൽഫ് ക്യാൻ ഫൈൻഡ് ഔട്ട് എന്ന് സ്കെയില് നൽകിയിരിക്കുന്നു. ഈ സ്കെയില് തീർച്ചയായിട്ടും ഭഗവത് വിഭൂതിയെ അടയാളപ്പെടുത്താനുള്ള മാനകമായിട്ട് നമുക്കും ഉപയോഗിക്കാം. സ്കെയിലെന്നോ അല്ലെങ്കിൽ ഒരു ലെൻസെന്നോ സൗകര്യം പോലെ വിളിക്കാവുന്നതാണ്. ഏതായാലും ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ചുരുക്കത്തിൽ എവിടെ അത്ഭുതാവഹമായ വിസ്മയകരമായ പ്രകടനങ്ങൾ കാണുന്നുവോ അത് കണ്ട് തൊഴാൻ, അത് കണ്ട് നമിക്കാൻ, ആദരവർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിപ്പോൾ അയൽക്കാരൻ്റെ കാര്യത്തിലായാലും ശരി, ശത്രു നമ്പർ 1 അങ്ങനെ ഒരാളിലും വിസ്മയകരമായ അത്ഭുതകരമായ ഒരു പ്രകടനം കാണുന്ന സമയത്ത് ഭഗവത് വിഭൂതി എന്ന് നമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്രകാരം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ ആരാധിക്കാൻ വ്യത്യസ്ത കോവിലുകൾ, ആരാധനാലയങ്ങൾ
സൂചിപ്പിച്ചു തന്നിരിക്കുന്നു. 42-ാമത്തെ ശ്ലോകം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അഥവാ ബഹുന ഏതേന കിം ജ്ഞാതേന തവാർജുന. ഹേ അർജുന, ഇതിങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടെന്ത്? ഇതിങ്ങനെ ചിട്ടപ്പടി ഭഗവാൻ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ചുരുക്കി ഞാൻ പറയട്ടെ. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത്. എൻ്റെ കേവലം വളരെ ചെറിയ ഒരംശം കൊണ്ട് വൈവിധ്യമാർന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഞാൻ വിസ്തരിച്ചിരിക്കുന്നു, ഇവയെ താങ്ങി നിർത്തുന്നു. ഇത്രയും അറിഞ്ഞാൽ പോരേം ചോദിക്കും. ഭഗവാന്റെ വിഭൂതികളായിട്ട് ഹിമാലയത്തിൻ്റെ സ്ഥൈര്യത്തെയും സാഗരത്തിൻ്റെ ഗാംഭീര്യത്തെയും ഒക്കെ എണ്ണി 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 പോയാൽ ഹൗ എന്ന് നാം അന്തം വിട്ടേക്കും. പക്ഷേ ഭഗവാന് ഇത് വിസ്തരിക്കുന്നതിലുള്ള ഒരു അനൗചിത്യത്തെക്കുറിച്ച്, വിസ്തരിക്കുന്നതിലുള്ള ഒരു അനൗചിത്യത്തെക്കുറിച്ചും കൂടി പാർത്ഥൻ്റെ ശ്രദ്ധയിൽ പെടുത്തണം എന്നുണ്ട്. അതുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഞാനീ പറഞ്ഞ വിസ്തരിക്കൽ എത്രയോ നിസ്സാരമാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കേവലം എൻ്റെ ഒരു ചെറിയ അംശത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, ധരിക്കപ്പെട്ടിരിക്കുന്നു, വിസ്തരിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷസൂക്തം എന്ന മഹത്തായ ഒരു വൈദിക സൂക്തത്തിൽ സ്തുതിയിൽ പാദോസ്യ ഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഭഗവാന്റെ കേവലം ഒരംശം മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ. 2 അംശം അത് അതീതമായി പരിലസിക്കുന്നു. ഇപ്പോൾ ത്രിലോക സംബന്ധിയായിട്ടുള്ള കാര്യം അതൊരു പാദം മാത്രമേ ആയിട്ടുള്ളൂ. 3 പാദങ്ങൾ, ഇപ്പം 4 പാദങ്ങളുള്ളതിൽ ഒരു പാദം മാത്രമേ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ ആയിട്ടുള്ളൂ. 3 പാദം അത് അനശ്വരമായി ഭവിക്കുന്നു. ഇങ്ങനെ ഏകാംശേന സ്ഥിതോ ജഗത്ത് ഏതാവാനസ്യ മഹിമ. ഇതാണ് ആ പ്രഭുവിൻ്റെ മഹത്വം. ഇവിടെ ഏതാണ്ട് 75ഓളം വിഭൂതികളാണ് ഭഗവാൻ അർജുനന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ഒന്നുമല്ല, ഇനിയും കണ്ടെത്താം. പക്ഷേ ഈ ത്രിഭുവനങ്ങളെയും പരിഗണിച്ചാലും അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പരിഗണിച്ചാലും അത് ഭഗവാന്റെ പാദരേണുവിലൊരംശം മാത്രമേ ആവുന്നുള്ളൂ. ഇങ്ങനെ ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുന്നു. ആനന്ദദായകമായ ഒരു അന്തർമുഖതയ്ക്കും ധ്യാനത്തിനും അത് നാം സാധന കൊണ്ട് അഭ്യാസം കൊണ്ട് സാധിച്ചെടുക്കേണ്ടുന്ന സ്വാസ്ഥ്യം. പുറത്ത് വിശ്വവിസ്മാരകമായ പ്രേമത്തിൻ്റെ സേവന ഔത്സുക്യം കൊണ്ടും ജീവിതം സാർത്ഥകമാവട്ടെ. ആനന്ദസന്ദായകമായ അന്തർമുഖത കൊണ്ടും ആ ഒരു സ്വാസ്ഥ്യം കൊണ്ടും ഒപ്പം വിശ്വവിസ്മാരകമായ പ്രേമപ്രഹർഷം കൊണ്ടും സേവന സന്നദ്ധത കൊണ്ടും ഒരേ സമയം അകവും പുറവും ഊർജ്ജസ്വലം വർത്തിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് സഹായകരമായ രീതിയിൽ വേണം ഈ വിഭൂതി ആരാധനത്തെ ചെയ്യാൻ. ഇവിടെ ഭയക്കേണ്ടതായിട്ട് ഒന്നുമില്ല, ആരാധിക്കേണ്ടതായിട്ടേ ഉള്ളൂ.
എല്ലാം ആരാധ്യമാണ് എന്ന ഒരു സമീപനം കൊണ്ട് ഭഗവത് സാന്നിധ്യത്തെ നമുക്ക് നിരന്തരം ധ്യാനിക്കാൻ കഴിയട്ടെ. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവത്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ വിഭൂതിവിസ്തരയോഗോ നാമ ദശമോധ്യായഃ. ഇങ്ങനെ ഭഗവാന്റെ വിഭൂതിയെ വിസ്തരിക്കുന്ന 10ാം അധ്യായം അവസാനിക്കുന്നു. തുടർന്ന് 11ാം അധ്യായം. ഇത് ആരംഭിക്കുന്നത് അർജുനനാണ്. അർജുനൻ 11ാം അധ്യായം അവിടെ തുടക്കത്തിൽ തന്നെ അർജുനൻ്റെ ഫീഡ്ബാക്ക് ഗിവിങ് ഇത്രയൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു, കുഴപ്പമില്ല എന്ന് വക്താവിനെ നിരാശപ്പെടുത്തും പ്രകാരം, നിരുത്സാഹപ്പെടുത്തും പ്രകാരം വിളിച്ചു പറയുകയല്ല, മറിച്ച് അർജുനൻ്റെ അതിഗംഭീരമായ ഫീഡ്ബാക്ക്, അർജുനൻ്റെ ഒരു അനുഭൂതി പങ്കുവയ്ക്കൽ, അത് തുടക്കത്തിൽ 4 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് ആസ്വദിക്കാം. അർജുന ഉവാച. അർജുനൻ പറയുന്നു. എന്താ അർജുനൻ പറയുന്നത്? മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസഞ്ജിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ മന്യസേ യതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസഞ്ജിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. മത് അനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഹേ സർവേശ്വര, ഏതേ ഭ്രാതൃപുത്രാദയഃ മദീയാഃ മ്രിയന്തെ ഹന്ത ഏതേഷാം ഇതി ശോകമോഹസാഗരേ മജ്ജതഃ മമ അനുഗ്രഹായ മോഹേന ശോചന്തം മാം കൃപയാ അനുഗൃഹീതും ഇത്യർത്ഥഃ. മദനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭഗവാൻ എന്തൊരു ദൗത്യത്തെയാണ്, എത്ര ഭംഗിയായിട്ടാണ്, എത്ര ഉദാരമായിട്ടാണ്, എത്ര അനുകമ്പയോടെയാണ് നിർവഹിച്ചത്. വേർ വാസ് ഐ സ്റ്റാൻഡിങ്, ഞാൻ ഏതൊരു തലത്തിലായിരുന്നു, ഏതൊരവസ്ഥയിലായിരുന്നു, അത് അർജുനൻ ആമുഖമായി വ്യക്തമാക്കുകയാണ്. ഏതേ ഭ്രാതൃപുത്രാദയഃ മദീയാഃ മ്രിയന്തെ ഹന്ത ഏതേഷാം ഇതി ശോകമോഹസാഗരേ മജ്ജന്തഃ. ഈ എൻ്റെ സഹോദരന്മാരും ബന്ധുജനങ്ങളുമൊക്കെ ഹന്ത, ഇവരൊക്കെ തന്നെ മ്രിയന്തെ, ഇവരൊക്കെ മരിക്കാൻ പോവുകയാണ്, എന്തൊരു സങ്കടമാണ്. ഇതി ശോകമോഹസാഗരേ മജ്ജതഃ, ഇങ്ങനെയുള്ള ശോകമോഹസാഗരത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു അർജുനൻ. മമ അനുഗ്രഹായ മോഹേന ശോചന്തം മാം, മോഹം കൊണ്ട്, ഡെലൂഷൻ കൊണ്ട്, ഇതൊക്കെ ഡെലൂഷനാണെന്ന് ഇപ്പം അർജുനനറിയാം. പക്ഷേ തുടക്കത്തിൽ ഇതൊക്കെ സത്യമാണ്, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, മാത്രവുമല്ല എൻ്റെ കൈകൊണ്ടാണല്ലോ ഇവരിൽ പലരും മരിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള 100,000 വ്യാകുലതകളിൽപ്പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു അർജുനൻ. അങ്ങനെയുള്ള അർജുനനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് മമ അനുഗ്രഹായ മോഹേന ശോചന്തം മാം, മോഹം കൊണ്ട് ദുഃഖിക്കുന്ന എന്നെ
കൃപയാ അനുഗ്രഹീതും, അത്യന്തം കൃപ കൊണ്ട്, കമ്പാഷൻ കൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായ ഭഗവാൻ ഇത്യർത്ഥ. യത് അധ്യാത്മസഞ്ജിതം, ഇവിടെ അർജുനനെ ബാധിച്ച് മോഹത്തെ നീക്കം ചെയ്യാൻ, മോഹത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ കണ്ടെത്തിയ വിദ്യ എന്താണ്? ഭഗവാൻ കണ്ടെത്തിയ വിദ്യ അധ്യാത്മസഞ്ജിതം, അധ്യാത്മം എന്ന് പേര് പറയാവുന്ന വിദ്യയെ ഉപദേശിച്ചു എന്നുള്ളതാണ്. അധ്യാത്മസഞ്ജിതം, ആത്മയാഥാത്മ്യ പ്രകാശകം. അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൻ്റെ യാഥാത്മ്യത്തെ, ആത്മാ യഥാ തഥാ, ആത്മാവിൻ്റെ സ്വരൂപം എങ്ങനെയോ അങ്ങനെ. ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴുള്ള ധാരണ വികലമാണ്. എന്താ ധാരണ വികലമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇപ്പോൾ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ദേഹാധിഷ്ഠിതമാണ്, ദേഹമാണ് ആത്മാവ്, ഇന്ദ്രിയങ്ങളാണ് ആത്മാവ്, മനസ്സാണ് ആത്മാവ്, ബുദ്ധിയാണ് ആത്മാവ്, പ്രാണങ്ങളാണ് ആത്മാവ് എന്നിങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നു. അവിടെയാണ് ഞാൻ എന്നുള്ള ചിന്തയും എൻ്റേതെന്നുള്ള മോഹവും ഒക്കെ പ്രബലമാവുക. അതുകൊണ്ട് ദുഃഖിക്കുന്ന അർജുനനെ ശോകത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ മോഹത്തെ നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ശരീരാദികളാണ് ഞാൻ എന്നുള്ള മോഹത്തെ, ഡെലൂഷനെ ഇല്ലാതാക്കണമെങ്കിൽ ആത്മജ്ഞാന യാഥാത്മ്യം, ആത്മാവിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിക്കുന്ന അവബോധം, അവെയർനെസ്, അത് പകരുകയല്ലാതെ മറ്റു വഴിയില്ല എന്നതുകൊണ്ട് ആത്മയാഥാത്മ്യ പ്രകാശകം. എന്താ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്? ആരംഭിച്ചത് അശോച്യാനന്വശോചസ്ത്വം, ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ചാണ് ഭഗവാൻ ദുഃഖിക്കുന്നത്. നായം ഹന്തിന ഹന്യത്തെ, ആസ് ഫാർ ആസ് ദിസ് സെൽഫ് ഈസ് കൺസേൺഡ് ഇറ്റ് നെവർ പെരിഷസ്, ഇറ്റ് കനോട്ട് ബി കിൽഡ്, യു കനോട്ട് കിൽ. അതിനെ കൊല്ലാൻ പറ്റില്ല, കൊല്ലിക്കാൻ പറ്റില്ല, അത് കൊല്ലപ്പെടുന്നില്ല, അത് കൊല്ലുന്നില്ല. നായം ഹന്തിന ഹന്യത്തെ ന ജായത്തെ മ്രിയത്തെ കഥാചിത്ത്, അതൊരിക്കലും ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല. വേദാവിനാശിനം നിത്യം യയേനമചമവ്യയം, 2-ാം അധ്യായത്തിൽ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച, അത് അസ്ത്രശസ്ത്രങ്ങളാൽ ഒരിക്കലും മുറിവേൽപ്പിക്കപ്പെടുന്നില്ല, അഗ്നിയിൽ ദഹിച്ചു പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്യാദി ലക്ഷണം പരമാർത്ഥ വിഷയം ആത്മനഃ, ആത്മാവിൻ്റെ പരമാർത്ഥാവസ്ഥ, ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്, അതിൻ്റെ ഒരു ശരിയായ ഭാവത്തിൽ ഭഗവാൻ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. കർത്തൃത്വാദി ഭ്രമ അപനോദകം, കർത്തൃത്വം, ഡുവർഷിപ്പ്, ഭോക്തൃത്വം, എൻജോയർഷിപ്പ്, ഇതൊക്കെ നീക്കം ചെയ്യുന്നതിന് കണക്കാക്കിയിട്ട്, ഇതൊക്കെ നീക്കം ചെയ്യുന്ന പ്രകാരത്തെ, കർത്തൃത്വ ഭോക്തൃത്വ ഭ്രമ ആദിഭ്രമ അപനോതകം, അതയേവ ഗുഹ്യം, മതനുഗ്രഹായ പരമം ഗുഹ്യം. ഗുഹ്യം എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് വളരെ സൂക്ഷ്മമായ രഹസ്യമായ വസ്തുതയാണ്. അറിയുന്നത് കൊണ്ട് സൂക്ഷ്മമായ രഹസ്യമായ പരിവർത്തനത്തെയാണ് വരുത്തുക. ഗുഹ്യം. എല്ലാവരും ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുക, പറയുന്നത് കൊണ്ട് മാത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ പക്വത കൊണ്ട്, വേണ്ട വിവേകവും വൈരാഗ്യവും കൊണ്ട് പക്വത ആർജിക്കുമ്പോഴേ ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുഹ്യം, ഗോപനീയം, ഇത് രക്ഷിക്കപ്പെടേണ്ട വിദ്യയുമാണ്. ഇത് വളരെ സീക്രട്ടായിട്ടുള്ള വിദ്യയാണ്, ഗോപനീയം. അയോഗ്യാനാം അതേയം, ഇത് അയോഗ്യന്മാർക്ക്, മനഃശുദ്ധിയില്ലാത്തവർക്ക്, അതുപോലെ ശിഷ്യബുദ്ധിയ സമർപ്പണം ചെയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, അത് വേറെ കാര്യം. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ നമ്മൾ കേട്ടുല്ലോ, അവർക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അതേയം യത് വചഃ ത്വയോക്തം ഉപതിഷ്ഠം, ഇങ്ങനെ യാതൊരു വചസ് ഭഗവാനെ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടുവോ, തേന വചസാ, ആ വാക്കുകളാൽ, ആ വാക്കുകളെ കൊണ്ട്, ആത്മാനാത്മസ്വരൂപ പ്രകാശകേന, ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും സ്വരൂപത്തെ, വാട്ട് ഈസ് റിയൽ,
വാട്ട് ഈസ് മിഥ്യ, നാസതോ വിദ്യതേ ഭാവാനാഭാവോ വിദ്യതേ സത എന്ന ശ്ലോകത്തെ പുരസ്കരിച്ച് ഈ വിഷയം വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. പ്രപഞ്ചം, ആവിഷ്കൃതമായ പ്രപഞ്ചമൊക്കെ മിഥ്യയാണ്, ഇലൂഷനാണ്, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്, പരമാർത്ഥം അല്ല. ഈ വസ്തുതയെ മിഥ്യാജ്ഞാന നിവർത്തകത്വേന ആത്മാനാത്മസ്വരൂപ പ്രകാശകേന, ആത്മാവിൻ്റെ അനാത്മാവിൻ്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മിഥ്യാജ്ഞാന നിവർത്തകത്വേന, മിഥ്യാജ്ഞാനവും അതിനെ ചൊല്ലിയുള്ള 100,000 അഭിമാനങ്ങളെയും ഒക്കെ നിവർത്തിപ്പിക്കാൻ പാകത്തിൽ അയം പൂർവോക്ത ലക്ഷണ മോഹ, അങ്ങനെ പറഞ്ഞത് പ്രമാണിച്ച് എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ മോഹം. എന്താ മോഹം? ഞാൻ ഇവരുടേതാണ്, ഇവർ എൻ്റേതാണ്, ഞാനിവരെ കൊല്ലുമല്ലോ, പിന്നെ എനിക്ക് ആരുമില്ലല്ലോ, ഇത്തരത്തിലുള്ള മോഹങ്ങൾ. ചിത്തഭ്രമ വികത മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസജ്ഞിതം യത്വയോക്തം, എൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് യാതൊരു പരമാത്മവിഷയകമായ ജ്ഞാനത്തെ അങ്ങ് പറഞ്ഞുവോ, അതിനാൽ അങ്ങയാൽ പറയപ്പെട്ട അധ്യാത്മവിദ്യ കാരണം മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹ അയം വിഗതോ മമ. നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ള മോഹം വിഗത ത്വത്കൃപയാ വിനഷ്ടമോഹ, ഇതാണ് വാഗർത്ഥം. ഭഗവാനെ അവിടുത്തെ കൃപയാൽ മോഹം നഷ്ടമായിരിക്കണു. വിനഷ്ടമോഹ ജാത അസ്മി ഇത്യർത്ഥ. ഇങ്ങനെ അർജുനൻ്റെ മോഹം നഷ്ടമായി. എന്ത് ഗംഭീരമായിട്ടുള്ള ഫീഡ്ബാക്കാണ് 11ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ ശ്ലോകത്തിൽ എക്സോസ്റ്റീവായി ഭഗവാൻ പ്രതിപാദിച്ചതൊക്കെ തനിക്ക് അത്യന്തം ഉപകാരമായി എന്ന് അർജുനൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു. മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസജ്ഞിതം യസ്ത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. ഭഗവാൻ അർജുനൻ്റെ പ്രശ്നം നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, ഡയഗ്നോസ് ചെയ്തു, എന്നിട്ടോ ഔഷധവും നൽകി. 17 ഔൺസ് ഔഷധമാണ് ഭഗവാൻ നൽകിയത് എന്ന് പറയും. 1-ാം അധ്യായം കണക്കാക്കാൻ പറ്റില്ല, 2-ാം അധ്യായം തൊട്ട് ഓരോ ഔൺസ് എന്ന് കണക്കാക്കിയാൽ 17 ഔൺസ് കൊടുത്തതോടുകൂടി ഇനി വരാൻ പോകുന്ന 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അർജുനൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ, നൗ യു ഡോണ്ട് വറി അബൌട്ട് മീ ഭഗവൻ, ഐ ഹാവ് റിയലൈസ്ഡ്, എനിക്ക് തത്വം മനസ്സിലായി, എൻ്റെ എല്ലാ ഡെലൂഷൻസും പൂർണ്ണമായിട്ടും നീങ്ങി ഭഗവാനെ. സ്മൃതിർ ലബ്ധ, ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന ബോധ്യം എനിക്ക് നന്നായി കൈവന്നു എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഗുരുവിൻ്റെ ബോധനശേഷി, പ്രത്യേകിച്ച് ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അർജുനന് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശിഷ്യൻ്റെ ഗ്രാഹകശേഷി, ധാരണാവൈഭവം ഒക്കെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ ഒരറിവ് സഞ്ജയൻ മുഖാന്തിരം ധൃതരാഷ്ട്രർക്കും ലഭിച്ചതാണ്. പക്ഷേ അവിടെ പാറപ്പുറത്ത് വീണ വിത്തുപോലെ ഭഗവാന്റെ ഉപദേശം ധൃതരാഷ്ട്ര മനസ്സിനെ ഒരു തരത്തിലും ശ്രേയസ്കരമായി സ്വാധീനിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. അവിടെയാണ് അർജുനൻ്റെ മഹത്വം പ്രത്യേകം പ്രസ്താവ്യം ആവുന്നത്. അർജുനൻ്റെ മനസ്സിൽ ഭഗവത് വചനങ്ങളാകുന്ന വിത്തുകൾ വീണ് അത് പല പ്രകാരത്തിൽ പടർന്ന് പന്തലിച്ച് പുഷ്പിച്ചു എന്ന് നമുക്ക് ആസ്വദിക്കാം. ഭഗവാൻ അശോച്യാൻ എന്നു തുടങ്ങി ജഡചൈതന്യ വിവേകത്തെ ഉപദേശിച്ചു. പ്രായോഗിക കർമ്മയോഗം 3-ാം അധ്യായത്തിലും താത്വികമായ കർമ്മസന്യാസം 4-5 അധ്യായങ്ങളിലും ആത്മധ്യാന വിഷയകമായ സന്ദേശങ്ങൾ, ഗുരുപ്രാപ്തി, തത്വശ്രവണം, മനനം, നിധിധ്യാസനം, ഈ കാര്യങ്ങളൊക്കെ യു ഹാവ് ടു ലിസൺ ഫസ്റ്റ്, ദെൻ യു മസ്റ്റ് റിഫ്ലക്റ്റ് അപ്പോൺ ദോസ് ഐഡിയാസ് വിച്ച് യു ഹാവ് ലിസൺഡ്, ദെൻ യു ഹാവ് ടു മെഡിറ്റേറ്റ് അപ്പോൺ ഇറ്റ്. ഈ വിഷയങ്ങളൊക്കെ 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചു. തുടർന്ന് ലോകത്തിൽ സത്യബുദ്ധി പുലർത്തുന്നത് പ്രകാരമുണ്ടായിട്ടുള്ള ആസക്തി
അനാരോഗ്യകരമാണ്. അതുകൊണ്ട് അനാസക്തിയെ ഭജിക്കൂ എന്ന് 7-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചു. അതിനനുഗുണമായ വിധത്തിൽ ഒരു ലോകവീക്ഷണം, ഹൗ ടു ലുക്ക് അറ്റ് വേൾഡ് വിത്ത് വാട്ട് ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഏതൊരു താത്വിക അവബോധത്തോടുകൂടി ലോകത്തിലേക്ക് നോക്കണം എന്നീ കാര്യങ്ങളൊക്കെ 7-ാം അധ്യായത്തിൽ വർണ്ണിച്ചു. 8-ാം അധ്യായം മരണത്തെ പോലും ആരാധനയാക്കാനുള്ള ഉപദേശത്തോടൊപ്പം മരണത്തെ ഭയക്കേണ്ടതില്ലെന്നും ശരിയായ മരണമെന്ന് പറയുന്നത് അഹന്തയുടെ മരണമാണ്, ആ പ്രകാരങ്ങളെയൊക്കെ പ്രതിപാദിച്ച ശേഷം 9-ാം അധ്യായത്തിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് വിവർത്തമായി സംഭവിച്ചത്, ആ രഹസ്യം, ഭഗവാന്റെ സ്വരൂപത്തിൽ ലവലേശം മാറ്റം ഇല്ലാതെ തന്നെ മറ്റൊന്നായിട്ട് ലോകമായിട്ട് ഭഗവാൻ വിവർത്തിക്കുന്നു, അക്കാര്യം പ്രതിപാദിച്ച ശേഷം 10-ാം അധ്യായത്തിൽ ഭഗവതഃ വിഭൂതയഃ ഉക്താഃ, ഭഗവാന്റെ വിഭൂതികൾ, അനവധി വിഭൂതികൾ, 75ഓളം വിഭൂതികൾ എണ്ണി. തത്ര ച, അവിടെ ആകട്ടെ, വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്, ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ കേവലം ഒരംശം കൊണ്ട് വിസ്തരിക്കുകയായിരുന്നു. ഏകാംശേന ജഗതി, ഈ കേവലം ഒരംശം കൊണ്ട് ഞാൻ ഈ ജഗത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് ഭഗവത അഭിഹിതം ശ്രുത്വ, ഈ വസ്തുതയെ ഭഗവാനാൽ പറഞ്ഞത് കേട്ടിട്ട്, യത് ജഗതാത്മരൂപം, യാതൊരു ജഗത്തിൻ്റെ ആത്മരൂപമുണ്ടോ, ആദ്യം ഐശ്വരം തത്, ഐശ്വര്യസമ്പന്നമായ ആ ഭഗവാന്റെ രൂപത്തെ സാക്ഷാത്കർത്തും ഇച്ഛന്ന്, സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അർജുനൻ പറയുന്നു എന്ന് പറയും. എന്താ അർജുനൻ പറഞ്ഞത്? മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസഞ്ജിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ എന്ന് പറഞ്ഞ ശേഷം അർജുനൻ പറയുന്നു, ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം ചാപി അവ്യയം മാഹാത്മ്യമപി ചാവ്യയം. ഭഗവാനെ ഭവാപ്യയൗ ഹി ഭൂതാനാം, ഭൂതജാലങ്ങളുടെ ഭവം ഉത്പത്തി, അപ്യയം പ്രളയം. ഭവാപ്യയൗ, ഭവവും അപ്യയവും, ഉത്പത്തിയും പ്രളയം ഭൂതജാലങ്ങളുടെ. ഈ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ കേട്ടു, വിസ്തരസ്യ ന സംക്ഷേപതഃ, സംക്ഷേപിച്ചിട്ടല്ല ഭഗവാനെ അങ്ങ് പറഞ്ഞത്, വളരെ വിസ്തരിച്ചു തന്നെ പറഞ്ഞു. വിസ്തരോ മയാ, അങ്ങനെ ഭഗവാനെ അങ്ങ് വിശദീകരിച്ചതൊക്കെ ഞാൻ കേട്ടു. ത്വത് സാകാശാത്ത്, അങ്ങയിൽ നിന്നാണ്. വിശ്വസൃഷ്ട്യാദി കർത്തൃത്വേ അപി അധികാരിത്വം ശുഭാശുഭ കർമ്മ കാരയിതൃത്വേ അപി അവൈഷമ്യം ബന്ധമോക്ഷാദി വിചിത ഫല ദാതൃത്വേ അപി അസംഗഃ ഔദാസീന്യം. ഭഗവാന്റെ ഒരു വൈഭവം, അത് ഭഗവാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുന്നത് ഓർമ്മിച്ചോളണം, മനസ്സിലാക്കിയെടുത്ത് ഓർമ്മിച്ചോളണം. ത്വത്ത സാകാശാത്, ഭഗവാനെ അവിടുത്തെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. എങ്ങനെയുള്ള ഭഗവാൻ? വിശ്വസൃഷ്ട്യാദി കർത്തൃത്വേ അപി, വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയാദികൾക്ക് മുഴുവൻ ഭഗവാൻ വാസ്തവത്തിൽ കർത്താവാണ്. അണ്ടർ ഹിസ് ഡയറക്റ്റ് പ്രസിഡൻഷ്യൽഷിപ്പ്, ഭഗവാന്റെ അധ്യക്ഷതയിലാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഫുൾ റെസ്പോൺസിബിലിറ്റി ആസ് ഫാർ ആസ് ദിസ് ക്രിയേഷൻ ഈസ് കൺസേൺ, അത് ഭഗവാനാണ്, ഫുൾ റെസ്പോൺസിബിലിറ്റി. വിശ്വസൃഷ്ടി കർത്തൃത്വേ അപി അധികാരിത്വം, അങ്ങനെയാണെങ്കിലും പക്ഷേ അതിലൊന്നിലും ഭഗവാൻ ഒട്ടലില്ലാതെ വർത്തിക്കുന്ന കാര്യം. ശുഭാശുഭ കർമ്മകാരയിതൃത്വേ അപി അവൈഷമ്യം, ഭഗവാൻ ശുഭാശുഭ കർമ്മങ്ങളെയൊക്കെ നിർവഹിക്കുന്നു എന്ന് വേണമെങ്കിൽ
ജീവജാലങ്ങളുടെ പ്രവർത്തനക്ഷമത കണ്ട് പറയാം. പക്ഷേ അതുകൊണ്ട് ഭഗവാനിൽ വൈഷമ്യമില്ല. ഭഗവാനിൽ വൈഷമ്യവുമില്ല, രാഗദ്വേഷങ്ങളുമില്ല. ഇതൊക്കെ ഭഗവാൻ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. ബന്ധമോക്ഷാദി വിചിത ഫലദാതൃത്വേ അഭി. ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും ബന്ധം ആര് പ്രദാനം ചെയ്തു എന്ന് ചോദിച്ചാൽ അതും അടിസ്ഥാനപരമായിട്ട് ഭഗവാൻ തന്നെയല്ലേ. പക്ഷേ അതിലും അസംഗഹ, അതിലും പക്ഷേ ഭഗവാൻ ഒട്ടലില്ലാതെ വർത്തിക്കുന്നു, ഉദാസീനനാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷിച്ചു പോയാൽ ഭഗവാൻ എന്ത് പറയും? സ്വഭാവസ്തു പ്രവർത്തതേ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ എന്ന് പറയും. എല്ലാറ്റിനും പിറകിലുള്ള ശക്തി ചൈതന്യം ഭഗവാനാണെങ്കിലും ഒന്നിലും ആസക്തിയില്ലാത്തവനായിട്ട്, ഒട്ടലില്ലാത്തവനായിട്ട്, ഉദാസീനനായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനാണ് ഈ ഒരു മോക്ഷശാസ്ത്രം ഉപദേശിക്കാൻ ഏറ്റവും യോഗ്യൻ. അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് തന്നെ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപിച്ച അവ്യയം, അവ്യയമായ മാഹാത്മ്യത്തെ, ഭഗവാന്റെ മാഹാത്മ്യത്തെ, വൈഭവത്തെ കേൾക്കാൻ ഇടവന്നൂലോ. കമലപത്രാക്ഷ പ്രയോഗം ഒരു വ്യാഖ്യാതാവ് വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളത് മനനീയമാണ്. താല്പര്യമുള്ളവർ ഇത് ശ്രദ്ധിച്ചോളൂ. കമല, കം ബ്രഹ്മസുഖം, കംശതത്തിന് ബ്രഹ്മസുഖം എന്ന് അർത്ഥം. തം അലതി പ്രകാശയതി കമലം ആത്മജ്ഞാനം. ബ്രഹ്മസുഖത്തെ പ്രകാശിപ്പിക്കുന്നത് അതാണ് കമലം. അപ്പം കമല ശബ്ദം കൊണ്ട് എന്താർത്ഥമായി? ആത്മജ്ഞാനം എന്നർത്ഥമായി. കം അലതി പ്രകാശയതി, കം ബ്രഹ്മാനന്ദസുഖം, അതിനെ പ്രകാശിപ്പിക്കുന്നത് അലതി ഇതി കമലം. യത് തദേവ പതനാത് ത്രായന്തേ ഇതി പത്രം. ഈ കമലം തന്നെയാണ് പത്രം എന്ന് പറയുക. എന്താ പത്രം എന്ന് വെച്ചാൽ? പത്രം എന്ന് വെച്ചാൽ പതനത്തിൽ നിന്ന് തടയുന്നത്. നമ്മുടെയൊക്കെ അധപതനത്തിൽ നിന്ന് നമ്മെ തടയുന്നത് ആത്മജ്ഞാനമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് പത്രവും. പത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനം എന്ന് വീണ്ടും അർത്ഥമായി. ഇത് കമലമാണ്, ബ്രഹ്മാനന്ദ സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്, പ്രകാശിപ്പിക്കുന്നതാണ്. ബ്രഹ്മാനന്ദ സുഖത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, ഒപ്പം പതനത്തിൽ നിന്ന് തടയുന്നതും ആണ്. ഇപ്പം കമലപത്രം. തേന അക്ഷ്യതേ ഇതി കമലപത്രാക്ഷ. തേന അക്ഷ്യതേ എന്ന് പറഞ്ഞാൽ ജ്ഞാനൈകഗമ്യ പരമാത്മാ. ഈ കമലപത്രം കൊണ്ട് യാതൊന്നിനെ പ്രാപിക്കുമോ ആ തത്വമാണ് കമലപത്രാക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന. ആ ഭഗവാൻ ജ്ഞാനഗമ്യനാണ്. ആധ്യാത്മിക ജ്ഞാനമാണ് കമലപത്രം. അതിനാൽ പ്രാപിക്കപ്പെടുന്നവൻ ഭഗവാൻ. അപ്പം കമലപത്രാക്ഷ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനപ്രദായകനാണ് ഭഗവാൻ. പതനത്തിൽ നിന്ന് നമ്മെ തടയുന്ന ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ബ്രഹ്മവിദ്യ കൊണ്ട് അറിയപ്പെടേണ്ടവനാണ് ഭഗവാൻ എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് ഓം കമലപത്രാക്ഷായ നമഃ എന്ന് ആരാധിക്കാം. തത്ത കമലപത്രാക്ഷ, കമലപത്രാക്ഷനിൽ നിന്ന് പറയാൻ യോഗ്യതയുള്ള ഭഗവാനിൽ നിന്ന് ഈ അറിവ്, മാഹാത്മ്യം ചാപി അവ്യയം, അവ്യയമായ അറിവ് ശ്രവിച്ചു. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഏവം ഇപ്രകാരം യത് ആത്മത്വം യാതൊന്ന് ഭഗവാനാൽ പറയപ്പെട്ടുവോ അപ്രകാരം. എന്താ അപ്പം ഭഗവാൻ പറഞ്ഞത്? ഈ പ്രപഞ്ചം അർജുന ജഡമെന്ന് ധരിക്കരുതേ, ഇത് മൃണ്മയമല്ല ചിന്മയമാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാം സർവേശ്വരൻ തന്നെ.
ഈ ഒരു അദ്വൈത സാരമാണ് മോഹാന്ധകാരത്തെ ജയിക്കാൻ സഹായകമായി ഉപദേശിച്ചത്. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര. ആത്മസ്വരൂപത്തെക്കുറിച്ച് പരമേശ്വരനായ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞുവോ, ദ്രഷ്ടും ഇച്ഛാമി തേ രൂപം ഐശ്വരം. അങ്ങനെയുള്ള അവിടുത്തെ ആ ഒരു ഭാവം റിയൽ സെൻസിൽ, ഇപ്പം ഞാനിതിനെ മൃണ്മയമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിനെ കണ്ടുകൊണ്ട് തന്നെ അതിലെ ചിന്മയത്വം അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അപ്രകാരം എനിക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ദ്രഷ്ടുമിച്ഛാമി, ഐ വാണ്ട് ടു സീ ഇറ്റ്, ഐ വാണ്ട് ടു സീ ഇറ്റ്. എനിക്ക് പ്രത്യേക കാഴ്ചയെ കാണാൻ ആഗ്രഹം ഉണ്ട്. ഐശ്വരം പുരുഷോത്തമ, ഹേ പുരുഷോത്തമ, ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സമ്പന്നം വൈഷ്ണവം രൂപം. ജ്ഞാനത്താലും ശക്തിയാലും ബലത്താലും ഐശ്വര്യത്താലും ഒക്കെ സമ്പന്നമായിട്ടുള്ള ഭഗവത് രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഇപ്പോൾ ഭഗവാനെ അങ്ങ് പറഞ്ഞ പ്രകാരം അങ്ങേ കാണാമോ? ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഇവിടെ അർജുനന് ഒരു ചെറിയ സംശയം. ഭഗവാൻ മസ്റ്റ് ബി റെഡി ടു ഷോ ഇറ്റ്. ഹൗ ഫാർ ഐ വിൽ ബി ഏബിൾ ടു കൺസീവ് ഇറ്റ്? അതിനെ എത്രത്തോളം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, എത്രത്തോളം എനിക്ക് കാണാൻ സാധിക്കും, അതിപ്പോൾ ഭഗവാന് തന്നെയല്ലേ അറിയുള്ളൂ. ആം ഐ എലിജിബിൾ ടു എൻജോയ് ഇറ്റ്? ആം ഐ എലിജിബിൾ ടു സീ ഇറ്റ്? അത് അർജുനൻ വ്യക്തമാക്കുന്നു. യു ക്യാൻ ഡിസൈഡ് ഓൺ ഇറ്റ് എന്ന് പറയുക. ഭഗവാനെ അങ്ങേക്ക് തന്നെ ഇതിൽ തീരുമാനമെടുക്കാം. മന്യസേ യതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. മന്യസേ യതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. യതി മന്യസേ, if you think that I am eligible to see it, please show me. മന്യസേ യതി തത് ശക്യം മയാ ദ്രഷ്ടും, എന്നാൽ കാണപ്പെടാൻ സാധിക്കുമെന്ന് ഭഗവാനെ അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മന്യസേ യതി, അങ്ങനെ തോന്നുന്നു എങ്കിൽ, അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ, മയാ ദ്രഷ്ടും ഇതി പ്രഭോ, ഹേ പ്രഭോ യോഗേശ്വര. ഭഗവാൻ യോഗേശ്വരനാണ്. എന്താ യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ? യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ 10 അധ്യായം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ പല അർത്ഥങ്ങളും കൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അന്വേഷണം പഠിതാക്കൾ നടത്തി നോക്കൂ. എവിടെയൊക്കെ ഭഗവാൻ യോഗ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, ആ യോഗത്തിൻ്റെയൊക്കെ ഈശ്വരനാണ് ഭഗവാൻ എന്ന നിലയ്ക്ക് യോഗേശ്വരന് എന്തൊക്കെ അർത്ഥം നൽകാം എന്നൊരന്വേഷണം നല്ലൊരു മനനമായിരിക്കും. ഏതായാലും ബ്രഹ്മ ആത്മൈകത്വ ദർശന ലക്ഷണ ജ്ഞാന യോഗേശ്വരൻ. ബ്രഹ്മവും ആത്മാവും ഒന്നാണെന്ന് കാണിച്ചു തരാനുള്ള ജ്ഞാനത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ യോഗേശ്വരൻ. പിന്നെ പല അർത്ഥങ്ങളുണ്ട്. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ മുഴുവൻ ഭഗവാന്റെ യോഗമാണ്. ഇവിടെ ഭഗവാനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതിന് കാരണമായി പരിലസിക്കുന്ന മായ, തടസ്സമായി നിൽക്കുന്ന മായ ഭഗവാന്റെ യോഗമായയാണ്. അതിൻ്റെയൊക്കെ അധിപനാണ് യോഗേശ്വരൻ. യോഗേശ്വര തതഃ, ഇഫ് ഐ ആം എലിജിബിൾ, ഇഫ് യു തിങ്ക് ദാറ്റ് ഐ ആം എലിജിബിൾ ടു സീ യു, ഈ പ്രകാരത്തിൽ ഭഗവാനെ കാണാൻ ഞാൻ യോഗ്യനാണെന്ന് ഭഗവാൻ വിചാരിക്കുന്നുവെങ്കിൽ, തതഃ മേ ത്വം ദർശയാത്മാനം അവ്യയം, നാശരഹിതമായ അവിടുത്തെ ആ വൈഭവത്തെ അങ്ങ് കാണിച്ചു തരണം എന്ന് അർജുനൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഭഗവാൻ
സകരുണ. ഓക്കേ അർജുന, യെസ്, ദർ ഇസ് എ ലിമിറ്റേഷൻ. ഭഗവാന്റെ മാംസചക്ഷുസ്സിന് പരിമിതിയുണ്ട്. ദാറ്റ് ഐ മസ്റ്റ് അഡ്മിറ്റ്. പക്ഷേ ദർ ഈസ് എ വേ ഔട്ട്. തീർച്ചയായിട്ടും മറ്റൊരു പ്രകാരത്തിൽ ഭഗവാനെ എനിക്ക് സഹായിക്കാൻ സാധിക്കും. ഐ വിൽ ഹെൽപ്പ് യു ടു റെക്കഗ്നൈസ്. 10-ാം അധ്യായത്തിൽ വർണ്ണിച്ച പ്രകാരം സർവം ഭഗവാനിൽ എന്ന് കാണാനുള്ള ഒരു കാഴ്ചശക്തി അത് ഭഗവാൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. ആ ശ്ലോകഭാഗങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ആസ്വദിക്കാം. ഇനി അങ്ങോട്ട് വിശ്വരൂപ ദർശനമാണ്. ശ്രദ്ധിക്കാം.